കേരളത്തിലെ അല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ മലയോര ഹൈവേ അതാണ് നമ്മുടെ മൂന്നാർ ഗ്യാപ്പ് റോഡ്. നമ്മുടെ അരിക്കൊമ്പൻ്റെ കഥയിൽ നമ്മൾ കേട്ട് പരിചയിച്ച ഒരു സ്ഥലം. പൂപ്പാറ മുതൽ ദേവികുളം വരെയുള്ള ഗ്യാപ്പ് റോഡിൻ്റെ ഭാഗത്തു കൂടിയാണ് ഇന്ന് എക്സൈറ്റ് ആൻഡ് എക്സ്പ്ലോർ യാത്ര ചെയ്യുന്നത്. അധികം വാഹന തിരക്കുകൾ ഇല്ലാത്ത വിശാലമായ റബ്ബറൈസ്ഡ് റോഡാണ് ഇത്. ഇവിടെ വലതുഭാഗത്തായി കാണുന്ന ആ ആർച്ച് എന്ന് പറയുന്നത് ആനയിറങ്കൽ ഡാമിലേക്കുള്ള വഴിയാണ്. വാർത്തകളിലൂടെയൊക്കെ നമുക്ക് സുപരിചിതനായ നമ്മുടെ അരിക്കൊമ്പൻ വിരാജിച്ച് നടന്ന റോഡിലൂടെയാണ് ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത്. ചുറ്റിനും തേയിലച്ചെടികളാണ് ഇവിടെ ഉള്ളത്. ഈ കാണുന്ന മലകളൊക്കെ തുരന്ന് ഒരുപാട് വർഷങ്ങളെടുത്ത് ഏകദേശം 400 കോടി രൂപയോളം ചെലവഴിച്ച് നിർമ്മിച്ച ഒരു പാതയാണിത്. അപ്പം നമുക്കറിയാം, ഈ പാതയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ മഴ സമയത്തൊക്കെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാവുന്നത് നമ്മൾ വാർത്തയിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ റോഡ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ മൺസൂൺ സമയം ഒഴിവാക്കുക. വ്യൂ പോയിന്റുകൾക്ക് യാതൊരു പഞ്ഞവുമില്ലാത്ത ഒരു റോഡാണിത്. കാരണം നമ്മൾ എവിടെ നോക്കിയാലും വ്യൂ പോയിന്റുകളാണ്. ചുറ്റും മനോഹാരിത, പ്രകൃതിയുടെ പ്രത്യേകമായൊരു വശ്യത, വല്ലാത്തൊരു മനോഹാരിത. നമുക്ക് ഇങ്ങനെ ഒരു യാത്ര ചെയ്യുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു അനുഭവമാണ് കേട്ടോ. നമുക്ക് അങ്ങ് ദൂരെയുള്ള റോഡുകളൊക്കെ ഇങ്ങനെ വളഞ്ഞ് വരുന്ന റോഡുകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പം നമുക്ക് ഒരു സംശയം വരും, നമുക്ക് എവിടെ ഒന്ന് നിർത്തിയിട്ട് ഈ കാഴ്ചകൾ കാണണം എന്നുള്ളൊരു ഡൗട്ട് വരും. അപ്പോൾ ഇങ്ങനെ അടുത്ത് കുറച്ച് വണ്ടിക്കാരൊക്കെ നിർത്തിയ ഒരു സ്ഥലം നോക്കി നമ്മൾ കാറ് പതുക്കെ പാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ അവിടുത്തെ കാഴ്ചകളിലോട്ട് പോവുകയാണ്. നമുക്കൊന്ന് നോക്കാം. എന്തായാലും റോഡിൻ്റെ ഈ ഒരു ഭാഗത്തായി ഞങ്ങൾ വണ്ടി നിർത്തി പുറത്തിറങ്ങി. മഞ്ഞിൽ മൂടിയ കുന്നും മനോഹരമായ മലയോരങ്ങളും തേയിലച്ചെടികളും വളഞ്ഞു പുളഞ്ഞു പോകുന്ന റോഡിൻ്റെ ദൂരെ കാഴ്ചകളുമാണ് ഞങ്ങളിവിടെ കാത്തിരുന്നത്. മേഘങ്ങൾ മൂടിയ സഹ്യൻ്റെ കാഴ്ചകളും നമുക്ക് ഇവിടെ നിന്നും അനുഭവിച്ചറിയാം. സൂര്യനെല്ലി ഭാഗമൊക്കെയാണ് അങ്ങ് ദൂരെ കാണുന്നതെന്ന് തോന്നുന്നു. എന്തായാലും മനം മയക്കുന്ന കാഴ്ചകൾ തന്നെ, എല്ലായിടത്തും എവിടെ നോക്കിയാലും മനം മയക്കുന്ന കാഴ്ചകൾ തന്നെ. ദൂരേക്കുള്ള റോഡിലേക്ക് നോക്കുമ്പോൾ അങ്ങനെ വരുന്ന കുറേ റൈഡർമാരെ നമുക്ക് കാണാം. അവരെല്ലാം ഈ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് അടിച്ചു പൊളിച്ച് വരുന്ന ടീമുകളായിരിക്കണം. കുറച്ചു നേരം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് സഞ്ചരിക്കാൻ തുടങ്ങി. ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. പോകുന്ന വഴിയിലെല്ലാം ഇതുപോലെയുള്ള വ്യൂ പോയിന്റുകൾ തന്നെ. അവിടേക്ക് വരുന്ന സഞ്ചാരികളും അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ചെറുകിട കച്ചവടക്കാരും. മണ്ണിടിച്ചിൽ വന്ന് ഈ റോഡിൽ യാത്രാ സൗകര്യം നിലയ്ക്കുന്ന സമയത്ത് ഈ കച്ചവടക്കാരെയെല്ലാം അത് പ്രത്യക്ഷമായി തന്നെ ബാധിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. വീണ്ടും ഞങ്ങൾ മുന്നോട്ട് തന്നെ യാത്ര തുടർന്നു. ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. വഴിയിലൊക്കെ നിന്ന് സഞ്ചാരികൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു. മുന്നോട്ട് യാത്ര തുടരവേ റോഡിലൊക്കെ ചെറുതായി കോടമഞ്ഞ് വന്ന് നിറയുവാൻ തുടങ്ങി. വളരെ മനോഹരമായ ഒരു അനുഭവം തന്നെ. കോടമഞ്ഞിൻ്റെ നടുവിലൂടെ വണ്ടി ഓടിച്ച് പോവുക എന്നുള്ളത് നല്ലൊരു അനുഭവമാണ്. അത് ബൈക്കിലാണെങ്കിൽ പ്രത്യേകിച്ചും ഒരു പ്രത്യേകതര എക്സ്പീരിയൻസ് ആണ്. കാറിലും നല്ലത് തന്നെ. ചില ഭാഗങ്ങളൊക്കെ വരുമ്പോൾ മുൻവശം കാണാനാകാത്ത വിധം കോടമഞ്ഞ് വന്ന് നിറയുന്നുണ്ട്. ഞങ്ങൾ പെരിയ കനാൽ കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് പോയി. കോടമഞ്ഞ് കാണുവാൻ രസമാണെങ്കിലും ഇത്തരം സാഹചര്യങ്ങളിൽ വേഗത കുറച്ച് പതിയെ പോവുക എന്നതാണ് സുരക്ഷിതമായത്. എന്തായാലും ഈ എക്സ്പീരിയൻസ് ഒരു ഒന്നാം തരം എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഇത്രയും മനോഹരമായ ഒരു റോഡും ഇത്രയും മനോഹരമായ ഒരു യാത്രയുമൊക്കെ നമുക്ക് ലഭിക്കുമെങ്കിൽ എല്ലാ മലയാളികളും ഒരു തവണയെങ്കിലും
ഈ ഗ്യാപ്പ് റോഡ് വഴി ഒന്ന് യാത്ര ചെയ്ത് നോക്കണം. നമുക്ക് ഈ കോടമഞ്ഞൊക്കെ ആസ്വദിക്കാം, ഈ തേയിലത്തോട്ടത്തിൻ്റെ ഭംഗി ആസ്വദിക്കാം, ഈ റോഡിൻ്റെ ഭംഗി ആസ്വദിക്കാം, അതുപോലെ തന്നെ കുന്നുകളും മലകളും ഒക്കെ നമുക്ക് ഇവിടെ ആസ്വദിക്കാം. പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും കാണുവാനും ആസ്വദിക്കുവാനും സന്തോഷിക്കുവാനും ഒരുപാട് കാണാക്കാഴ്ചകൾ തന്നെയാണ് ഈ മനോഹരമായ സ്ഥലം നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്നത്. ഇവിടേക്ക് നമ്മൾ യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ ഒരേ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. മഴയുള്ള സമയം നമ്മൾ അവോയ്ഡ് ചെയ്യുക. മഴയില്ലാത്ത സമയങ്ങൾ നമ്മൾ ഇവിടേക്ക് സഞ്ചരിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കുക. എങ്ങനെയാണെങ്കിൽ നമ്മുടെ യാത്ര വളരെ സുരക്ഷിതവും ആനന്ദകരവും സന്തോഷകരവും ആയിരിക്കും. പെരിയ കനാൽ കഴിഞ്ഞതോടുകൂടി ചില ഭാഗങ്ങളിൽ കോടമഞ്ഞ് വീണ്ടും മാറി ഒരു തെളിഞ്ഞ കാലാവസ്ഥ രൂപപ്പെട്ടു. വീണ്ടും ചിന്നക്കനാൽ ഭാഗമൊക്കെ ആയപ്പോൾ വീണ്ടും ഈ കോടമഞ്ഞ് ഈ റോഡിനെ ഇങ്ങനെ തഴുകാൻ തുടങ്ങി. അപ്പം നമുക്ക് ഈ റോഡ് സൈഡിലൊക്കെ വലിയ വലിയ പാറക്കെട്ടുകളൊക്കെ കാണാം കേട്ടോ. പണ്ട് എപ്പോഴൊക്കെയോ ഉരുൾപൊട്ടി വന്നതായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. എന്ത് തന്നെ ആയാലും ഈ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. പടുകൂറ്റൻ പാറക്കല്ലുകളൊക്കെ തുറന്ന് ഇതുപോലൊരു റോഡ് ഉണ്ടാക്കാനായിട്ട് എന്തുമാത്രം മനുഷ്യരുടെ പ്രയത്നം ആവശ്യമായി വന്നു കാണുമെന്ന് ഞാൻ ഈ ഒരു ഘട്ടത്തിൽ അനുസ്മരിക്കുകയാണ്. വൻ പാറകളാണ് ഇവിടെ തുറന്ന് ഈ നിർമ്മാണം നടത്തിയിട്ടുള്ളത്. ഇതുകൊണ്ട് പ്രകൃതിക്ക് എന്തെങ്കിലും കോട്ടമുണ്ടോ എന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും എന്തായാലും ഞാൻ ഈ സമയത്ത് ചിന്തിക്കുന്നില്ല. അങ്ങനെ നമ്മൾ ചിന്നക്കനാൽ വെള്ളച്ചാട്ടത്തിനരികെ എത്തിയിരിക്കുകയാണ്. ഇതിനോട് ചേർന്ന് ചെറുകിട കച്ചവടക്കാർ നമുക്ക് ചോളം, അതുപോലെ തന്നെ നമ്മുടെ പൈനാപ്പിളൊക്കെ വിൽക്കുന്ന ചെറുകിട കച്ചവടക്കാരൊക്കെ കാണാൻ സാധിച്ചു. എന്തായാലും ഒരു പ്രത്യേക ഒരു രസമായിരുന്നു നമുക്ക് അവിടുത്തെ ആ ഒരു ക്ലൈമറ്റും ആ ഒരു കാഴ്ചകളും ഒക്കെ. ഇനി പെരിയ കനാലിനും ദേവികുളത്തിനും ഒരു നടുവിലൊക്കെ എത്തുമ്പോൾ ഇതുപോലത്തെ ഒരു കുന്നുകളും പാറ കൊണ്ടുള്ള കുന്നുകളാണിത് കേട്ടോ. അപ്പോൾ ആ കുന്നിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ കോടയാണ്. നമുക്ക് അവിടെ നിന്നൊക്കെ പൊട്ടി ഒലിച്ച് വരുന്ന ചെറിയ ചെറിയ നീർച്ചാലുകളൊക്കെ കാണാൻ സാധിക്കും. എന്തായാലും ഈ കാഴ്ചകളൊക്കെ കാണുവാൻ തന്നെ വളരെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. ഇതിപ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെയും ഒരു വ്യൂ പോയിന്റ് നോക്കിയിട്ട് കുറച്ച് സൈഡാക്കിയിട്ട് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്ന് കരുതിയിട്ടുണ്ട്. കുറച്ച് അപകടകരമായിട്ട് നമുക്ക് തോന്നിയേക്കാം. കാരണം നമുക്ക് ആ ഒരു ഹൈറ്റും പാറയുടെ ഹൈറ്റും ഒക്കെ കാണുമ്പോൾ നമുക്കൊരു ചെറിയ ഒരു ഭയമൊക്കെ വരാം. എന്തായാലും ഒരു കാഴ്ച കാണുവാനായിട്ടാണെങ്കിൽ ഇത് വളരെ മനോഹരമായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു കൺസ്ട്രക്ഷനെ കുറിച്ച് നമുക്ക് വീണ്ടും പറയാതിരിക്കാനായിട്ട് കഴിയില്ല. ഇത്രയും ഒരു പ്രതികൂലമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു റോഡ് നിർമ്മിക്കുക എന്നുള്ളത് നമ്മൾ എന്തായാലും അവരെ ഹാറ്റ്സ് ഓഫ് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ നമുക്ക് തോന്നുന്നത് ഇതുവഴിയൊക്കെ പോകുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇത്രയും മനോഹരമായ റോഡ് ഇത് നമ്മുടെ കേരളം തന്നെയാണോ എന്നുള്ളൊരു സംശയം കൂടെ നമ്മുടെ മനസ്സിലേക്ക് വരുവാണ്. എന്തായാലും ഒരു കാര്യം തീർച്ചയായിട്ടും നമുക്ക് അടിവരയിട്ട് പറയാം, കാഴ്ചകൾക്ക് യാതൊരു പഞ്ഞവും ഈ റോഡിലില്ല. ഒരുപാട് കാഴ്ചകൾ, നിരവധി പ്രകൃതിയുടെ കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്നും ആസ്വദിക്കാം. മൂന്നാർ പോലത്തെ ഒരു ഹൈ റേഞ്ചിൽ നിന്ന് നമ്മൾ എന്താണോ പ്രതീക്ഷിച്ച് പോകുന്നത് അതെല്ലാം ഇവിടെയുണ്ട്. എന്തായാലും ഇവിടെ ഞങ്ങളൊന്ന് സൈഡാക്കി ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്ന് കരുതി. കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ കണക്കുള്ള ആ വൻ മലകളൊക്കെയാണ്, എല്ലാം പാറയാണ്. അപ്പോൾ ഇവിടെ വേറെ സഞ്ചാരികളുണ്ട്, ചെറിയ കച്ചവടക്കാരൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ട്. ഇവിടുത്തെ തേയിലത്തോട്ടങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. പണ്ടത്തെ ആ ഒരു ബ്രിട്ടീഷ് ശൈലിയിലുള്ള അവരുടെ ഒരു ശാസ്ത്രീയമായ രീതിയിലാണ് ഇവിടെ ഈ തേയിലച്ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഏകദേശം ദേവികുളത്തോടൊക്കെ അടുക്കുമ്പോൾ ഒരു ടോൾ പ്ലാസയുടെ ബോർഡ് കാണാൻ സാധിക്കും. നമുക്കിതാ ഇവിടെ ആയിട്ടാണ് ആ ടോൾ പ്ലാസ. അപ്പം എല്ലാ സാധനങ്ങളൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. പക്ഷേ ടോൾ പിരിച്ച് തുടങ്ങിയിട്ടില്ല എന്നുള്ള ഒരു ശുഭവാർത്ത മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഭാവിയിൽ നമ്മളിതിന് ടോൾ കൊടുക്കേണ്ടി വരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ടോൾ പ്ലാസ കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക്
ദേവികുളം എന്നുള്ള സ്ഥലത്തിൻ്റെ ബോർഡ് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ആകാശവാണിയുടെ ഒരു നിലയം ദേവികുളത്ത് നിന്ന് പ്രക്ഷേപണം ചെയ്യുന്നുണ്ടായിരുന്നു. പണ്ട് ആകാശവാണിയൊക്കെ കേട്ടിട്ടുള്ളവർക്കത് അറിയാം. പിന്നെ ഇത് ഒരു വലിയ ടൗണൊന്നുമല്ല, ഒരു ചെറിയ ടൗണാണ്. കുറച്ച് റിസോർട്ടുകളും പിന്നെ കുറച്ച് ചായക്കടകളൊക്കെ ഉള്ള ഒരു ലോട്ടറി കടകളൊക്കെ ഉള്ള ഒരു ചെറിയ ടൗണാണിത്. അപ്പോൾ എന്തായാലും ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ യാത്ര അവസാനിക്കുകയാണ്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.